ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ടർക്കിഷ് വ്ളോഗിന്റെ അവസാന ദിവസമാണിന്ന്. അപ്പോൾ ഇത് ലാസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെയാണ് നമ്മൾ ബാറിൻ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നല്ല ഹോട്ടലാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളായാലും കുഴപ്പമില്ല, റൂം കാര്യങ്ങളായാലും അത്യാവശ്യം എന്താ പറയുക, ഒരു ബാഡ് എന്ന് പറയുമ്പോൾ അതിനൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ എല്ലാം ഗുഡായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ബസ്ലോണ ഫാനും നമ്മുടെ കൂട്ടുകാരൻ ആഴ്സണൽ ഫാനും ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഇന്നത്തെ ലാസ്റ്റത്തെ ദിവസം നമ്മളിന്ന് ഷോപ്പിങ്ങും പരിപാടിയും പിന്നെ അത്യാവശ്യം കുറച്ച് എവിടെ പോണേ, എന്താ സ്വീറ്റ്സ് കഴിക്കാൻ പോണെന്ന് പറഞ്ഞാൽ എവിടെയാ? ഹഫീസ് മുസ്തഫയിൽ. അപ്പം അവിടെ നമ്മൾ സ്വീറ്റ്സ് കഴിക്കുന്നു. പിന്നെ അത്യാവശ്യം ചെറിയ ഷോപ്പിംഗ്, ഗ്രാൻഡ് ബസാർ, അവിടെ ഇവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം ഇന്നും നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം രണ്ട് യുവാക്കളും അല്ല ഒരു യുവതിയും ഒരു യുവാവും നമ്മുടെ കൂടെ ഉണ്ട്. മലപ്പുറത്ത് നിന്നാണ് ഇവരുടെ വരവ്. അപ്പൊ നമ്മളിന്ന് എന്താ പറയാ, ഇവിടുന്ന് നേരെ ബസാർ, ടർക്കിഷ് ബസാറിലേക്ക് പോകണം. ഇവിടുന്ന് ഒരു എത്ര മിനിറ്റ് ഉണ്ട്? 17 മിനിറ്റ്, 10-20 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പൊ നമ്മൾ അവിടേക്ക് പോകും. ഇന്ന് നമ്മുടെ കൂടെ വേറെ ഒരു ബാഴ്സ ഫാൻ ഉണ്ട്, നമ്പർ 10 ലയണൽ മെസ്സി. ഞാൻ ലെമിലമാന്റെ നമ്പർ മറ്റേത് പറഞ്ഞതാ. എന്താണ് ടർക്കിയിൽ വന്നിട്ട് ഒരു 2 വാക്ക് സംസാരിക്കൂ. സൂപ്പർ, അടിപൊളി. ആണോ? ഇഷ്ടായോ? ഇനിയും ടർക്കിയിൽ വരാൻ ആഗ്രഹിക്കുന്നു? ഇവിടെയല്ലോ, കപ്പിയോ കപ്പിഡോക്യ, അന്റാലിയ, പാമുക്കൾ. ഇവര് ഞങ്ങൾ വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തു. ഗൈസ് പറയൂ, എന്താണ് ടർക്കിയിൽ വന്നിട്ട് മനസ്സിൽ നിന്ന് പോവാത്ത ഒരു 2 കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. ഇന്നലെ സൈക്കിൾ ഓട്ടിയത് മനസ്സിന്റെ പോവേയില്ല. സൈക്കിൾ ചവിട്ടിയതല്ല, സൈക്കിൾ ഉന്തിയത്. അത് ഒരു 100 ലിറ ഒരു ഹവറിന് ഞങ്ങൾ പേ ചെയ്തു. ടോട്ടൽ 4 പേര് 400 ലിറ കൊടുത്തിട്ട് ഞമ്മക്ക് 1 അവർ ആയിരുന്നു യൂസ് ചെയ്യാനുള്ള ടൈം. ആ ഐലൻഡ് മൊത്തം കാണാൻ അവര് പറഞ്ഞതും നിയർലി 1 hours എടുക്കുന്നു. പക്ഷെ ആ സൈക്കിൾ എടുത്തില്ല, ഞങ്ങൾ ആകെ ചവിട്ടിയിട്ടുണ്ടാവാന്ന് വെച്ചാ ഒരു 20-25 മിനിറ്റ്സ് മാക്സിമം. ബാക്കി എല്ലാ 10, 30, 35, 40 മിനിറ്റോളം ഞങ്ങൾ തള്ളി കയറ്റിയിരുന്നത്. ഒരു 40-45 ആംഗിളിലുള്ള കയറ്റം, ഏകദേശം 1-2 മൈല്. ഇത് എന്ത് ചെയ്യാനാ? ലാസ്റ്റ് പിന്നെ ഒരു സമാധാനം ഉണ്ട്. ഏത് കയറ്റം കയറിയാലും ഒരു ഇറക്കം ഉണ്ടാവുന്നുള്ളേ. ആ ഇറക്കം വന്നപ്പോ ഒരു സമാധാനം കിട്ടി. അപ്പൊ ടർക്കിയിൽ വന്നിട്ട് ആകെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ഔട്ടിയതാണ്. അപ്പൊ അത് ഇഷ്ടപ്പെടാത്തല്ല, അത് അതിനോട് ക്രൈസ് ഉള്ളവർക്ക് നടക്കും. പക്ഷെ ഞങ്ങളൊക്കെ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് റൂട്ട് ചവിട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ മാക്സിമം ഇറക്കായിരുന്നു. പക്ഷെ ആ ലാസ്റ്റ് ഇറങ്ങി ഇറക്കം നമ്മളത് അത് ഫസ്റ്റ് അല്ലേ, അതിന് പിന്നെ ഒരു ഇറക്കുണ്ട്, ഒരു ഇറക്കം. ഓക്കെ മഹി, നമ്മൾ ഇന്നലെ ഏകദേശം 7 or 8 ബെൻസ് കയറി. 40-45 to 50 ആംഗിൾ. ആകെ ആ ഫസ്റ്റ്. നമ്മൾ ഇനിയിപ്പോ അടുത്ത ആരെങ്കിലും ആ ഐലാൻഡ് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സൈക്കിൾ ഗാഡിയിൽ നിന്ന് നേരെ ടർക്കിയിൽ നിന്ന് ഒരു എന്താ പറയാ, ഒരു ബോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഫെറി എടുത്തു കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ചു വരാം. ഒരു ഡേ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അവിടെ കുളിക്കാൻ അങ്ങനെയുള്ള പരിപാടിയായിട്ടൊക്കെ പോയിട്ടുള്ള കാര്യമുള്ളൂ. പിന്നെ അത്യാവശ്യം ഫുഡ്, സീ ഫുഡ് ട്രൈ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താ, ലൈഫ് ഫുഡ് ആയിരുന്നു, സീ ഫുഡ് അധികം. പിന്നെന്താ ഉണ്ടായിരുന്നത് എവിടെ? ഒത്തിരി കുനാഫ കഴിക്കണം. പിന്നെ എന്തൊക്കെ വാങ്ങിക്കാനുള്ളേ പറ? കുനാഫ, ബക്ലവ, പിന്നെ കുറെ അങ്ങനെ സ്വീറ്റ്സ് ഉണ്ട് അവിടെ. അതൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മളിന്ന് ബാരിൻ ഹോട്ടൽ. നല്ലൊരു ഹോട്ടലാണ്. ഇതിന് ചുറ്റും കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്വർണ്ണ കടകളുണ്ട്. സ്വർണ്ണങ്ങൾ നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള ജ്വല്ലറീസിൽ, അതുപോലെ തന്നെ സ്വർണം ഇവരിങ്ങനെ പ്രോപ്പർ ഗോൾഡ് ആണോന്ന് അറിയില്ല, എത്ര ക്യാരറ്റ്സ് ഒന്നും അറിയില്ല, എന്നാലും ഗോൾഡ് ഷോപ്സുകൾ നമ്മൾ കുറെ ഇങ്ങനെ കണ്ടു. നമ്മുടെ ഇവനാണ് നമ്മൾ പറഞ്ഞ നടൻ. ജയിച്ചിട്ടിരിക്കുന്നുണ്ടോ കള്ളായി മാറി ഗൈസ്. അപ്പൊ നമുക്ക് നേരെ ബസാറിലേക്ക് പോകാം ഗൈസ്. എന്നിട്ട് ബസാറിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. എവിടെയാണ് മൊത്തേ ഗ്രാൻഡ് ബസാർ ഗൈസ്? അങ്ങനെ ഞങ്ങള് ഗ്രാൻഡ് ബസാറിന്റെ മുമ്പിലെത്തി ഗൈസ്. നമ്മളിപ്പോ നിൽക്കുന്നത്
എവിടെയാ ഗ്രാൻഡ് ബസാർ ഞാൻ ബസാറിന്റെ എവിടെ മുമ്പില്. ഞാൻ ബസാറിന് മുമ്പിലാണ് ഗൈസ്. അപ്പൊ നമുക്ക് കുറച്ച് പൈസ മാറാനുണ്ട്. അപ്പൊ അതാരണം നമ്മളിവിടെ പൈസ മണി എക്സ്ചേഞ്ച് ഞങ്ങളുടെ പൈസക്ക് തീർന്നു ഗൈസ്. അപ്പൊ ഞങ്ങൾ മൂഞ്ചി കുത്തിയപ്പോ അതാറുണ്ട് 52 ഇവിടെ പൗണ്ട് മാറി ടർക്കിഷ് ലിറ ആക്കാൻ വേണ്ടിട്ട് 53 കിട്ടും. നമ്മളിവിടെ എക്സ്ചേഞ്ചിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്ചേഞ്ച്. ഞങ്ങള് എക്സ്ചേഞ്ച് വേള. 15,000 രൂപ മാറ്റിക്കൊണ്ടു. അപ്പൊ ഒരു പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 52 600 അതാ പറയണേ. നമുക്ക് ഒരിക്കലും യു കെ ഒന്നും പൈസ മാറി വരരുത്. അതന്നെ. ഇപ്പൊ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മള് യു കെ എന്നൊക്കെ മാറുമ്പോ നമുക്ക് വെറും 47 കിട്ടും. എയർപോർട്ടിൽ നിന്ന് മാക്സിമം മാറേണ്ടിരിക്കും. എയർപോർട്ടിൽ ഞങ്ങൾ ചോദിച്ചപ്പോ 36 തരുമെന്ന് പറഞ്ഞു ഇവിടുത്തെ എയർപോർട്ടില്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ബസാർ അല്ലെങ്കിൽ ഇവിടുത്തെ അകത്തുള്ള കടകളിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലൊന്നും മാറുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ പൈസ കിട്ടും. അതായത് 52 എവിടെയാ അത് വലിയ വ്യത്യാസമില്ലല്ലോ. ആർക്കോ ഒരു പൗണ്ടാണ് 52 300 സെയിമാ. നോക്കിക്കോ ഗൈസ്. അപ്പൊ നമ്മൾ ഇതാണ് നമ്മൾ പറഞ്ഞ കട. എന്താണ് പറയാനുള്ളത് പറയൂ. ഈ കടയാണ് ഗ്രാൻഡ് ബസാർ. ഇവിടെ കുറെ സാധനങ്ങളൊക്കെ മേടിക്കണം. എവിടെന്ന്? കടയായിരുന്നു. ഹായ് ബ്രോ. നോ ഇറ്റ്സ് ഓക്കേ. ഹായ്. യാ 5100 പൗണ്ടിന് 5200 സംതിങ് കിട്ടൂലേ? അത് മതി. ഇനി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. Okay, that's fine. That's fine. The card? Only cash? ഗൈസ് അപ്പൊ മൂഞ്ചി ഗൈസ്. അവിടെ ക്യാഷ് കൊടുക്കണം എന്ന് പറഞ്ഞു. ക്യാഷ് കൊടുത്താലാണ് ഇവര് പൗണ്ട് എടുക്കാൻ അപ്പൊ നമുക്ക് പൈസ എടുത്തിട്ട് വേണം. ഓ എടിഎമ്മിന്ന് പൗണ്ട് കിട്ടില്ല അല്ലേ? പൗണ്ട് കിട്ടില്ല. ഇല്ല. അങ്ങനെ പിന്നെ എക്സ്ചേഞ്ച് പോലെ ഇതിനാ പൗണ്ട് ലിറയല്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാർഡിട്ട് ഇവിടുത്തെ പൈസയില് വന്നെ. പക്ഷെ ഇത് പിടിക്കും, ചാർജ് പിടിക്കും. ഗൈസ് അപ്പൊ നമ്മൾ മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ നമ്മൾ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പൈസ ചോദിച്ചപ്പോ അവര് പറഞ്ഞു പൈസ കൊടുത്താലാണ് പൈസ കിട്ടുള്ളൂ. അതായത് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ കാർഡിലാണ് പൈസ. അല്ല ഇത് ചാർജ് പിടിക്കും. അതിപ്പോ എല്ലായിടത്തും ചാർജ് പിടിക്കും. അവര് പിടിക്കുവോ? പിന്നെ അവര് നമ്മള് നോക്കാൻ വേണ്ടി അവര് ആണോ? ഈ ബാഗ് ഞാൻ പറഞ്ഞേ ഗൈസ് അപ്പൊ ഇവിടെയുള്ള ബ്രാൻഡുകളൊക്കെ കാണുക. ഇതേപോലത്തെ നമ്മുടെ നാട്ടിലൊക്കെ സാധനങ്ങളൊക്കെയാണ്. അതായത് കാണുക മൈക്കിൾ കോറസിന്റെ ബാഗ് താഴെയുണ്ട്. ബാഗ് ഇതുണ്ട് ക്ലോയി, ഡിയോർ അങ്ങനെയുള്ള ടോപ്പ് ബ്രാൻഡുകളൊക്കെ ഇവിടെ നിസ്സാര വിലക്ക് ഇവിടെ കിട്ടുന്നതാണ് ഗൈസ്. അപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ഇതേ കാണാൻ അതാണ് നമ്മൾ പോകുന്ന സ്ഥലം ഗ്രാൻഡ് ബസാർ. ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്താ അതിന്റെ ഉള്ളില്? എന്റെ അകത്ത് എന്താ? കട. മൈക്കിൾ കോറസിന്റെ ബാഗിന് 1300 റിയാലാ ലിറ. ഓ ഇറ്റ്സ് ഓക്കേ എന്ന് എല്ലാരും പറഞ്ഞു. ഇവിടെ നമ്മളെ എ.ടി.എം മെഷീനിന് മുമ്പ് കയറുന്ന വട്ടം കറങ്ങി അവര് ചെറിയ ഇപ്പൊ ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ വേറൊരു വ്ളോഗേഴ്സിനെ കണ്ടു. ഇവരാണ് നമ്മൾ കണ്ട ചൈനയിൽ നിന്ന് വ്ളോഗേഴ്സ് തോന്നുന്നല്ലേ. അവൻ പറഞ്ഞ വേറൊരു രാജ്യം പറഞ്ഞത് അഫ്ഗാനിസ്ഥാനോ. അവിടെ നിക്ക്. അപ്പൊ ഗ്രാൻഡ് ബസാറിന്റെ അകത്ത് കയറിയിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യണേ? ഫുഡ് കഴിക്കും, പിന്നെ ഷോപ്പ് ചെയ്യും, പിന്നെ കുറച്ച് സാധനങ്ങൾ കുറച്ചു പേർക്ക് മേടിക്കാണ്ട്. എന്തൊക്കെയാ മേടിക്കാനുള്ളത്? എന്റെ കൂടെ ജോലി ചെയ്യണവർക്ക്. പിന്നൊന്നുമില്ല, എനിക്ക് സാധനം മേടിക്കും. എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നുണ്ടോ വന്നിട്ട്? എന്താ കണ്ടോ ഇത്ര നേരമായി 2-3 ദിവസം എന്റെ കൂടെ നടക്കുന്നു. എന്റെ കൂടെ നടക്കുന്നു. എനിക്ക് എന്റെ കൂടെ തെണ്ടി തേച്ച് നടക്കുന്നു. നീ എന്താ മേടിച്ചേ? ഞാൻ നിനക്ക് എന്താ വാങ്ങിച്ചത്? ഞാൻ നിനക്ക് എന്തൊക്കെ വാങ്ങിച്ചത് നീ പറ. നീ നിന്റെ അടി ഷൂമാനോടെ ഇത് ഞാൻ വാങ്ങിച്ചത്, പാൻറ് വാങ്ങിച്ചത്, ഇത് ഞാൻ വാങ്ങിച്ചു, ഇത് ഞാൻ വാങ്ങിച്ചത്, ഇത് ഞാൻ തന്നിരിക്കുന്നു. ഫുള്ളായിട്ട്. അപ്പൊ
ടർക്കിയിൽ വന്നിട്ട് എന്ത് തന്നു എന്ന് ചോദിക്കുന്നതിൽ കാര്യമുണ്ട്. ഒരു അർത്ഥമില്ല, തരാനുള്ളതൊക്കെ തന്നു. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ വ്ളോഗ് നമ്മള് ഗ്രാൻഡ് ബസാറാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നമ്മുടെ അവരോട് പൈസ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ പൈസ എടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഒരു 20,000 ലിറ ആയിട്ട് വന്ന ചിട്ട. ഒരാൾക്ക് 20,000 രൂപ അങ്ങനെ വന്ന അത്രയൊന്നും വേണ്ട. ഒരാളൊരു 200-300 കൊണ്ട് ഒരാളുണ്ടെങ്കിൽ ആവശ്യമായിട്ട് ഒരാള് 300 കൊണ്ടാണ് ഒരാൾക്ക് 300 കൊണ്ട് ഇവിടുത്തെ ചെലവിനുള്ള പൈസകള്. ഹോട്ടലും ഫ്ലൈറ്റ് ഒക്കെ വേറെ എടുക്കണ്ടോ? അവരോട് മാറിക്കണേ. ഇപ്പൊ ഒരു 500 കൊണ്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അടിപൊളിയായിട്ട് വന്ന് ടർക്കിയിൽ ഒരു 3-4 ദിവസം വന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഹോട്ടലും ഉൾപ്പെടെ ബുക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഫുഡും കഴിച്ച് തിരിച്ച് ലണ്ടൻ, അതായത് UK ഭാഗത്തു നിന്ന് വന്നവർക്ക് പോവാം. യൂറോപ്പിൽ നിന്നും വരുന്നവർക്ക് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം യൂറോപ്പിൽ നിന്ന് ടർക്കിയിലേക്ക് ചീപ്പ് ഫ്ലൈറ്റ്സ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് വരും. മീൻസ് നാട്ടിൽ നിന്ന് ടർക്കിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ചീപ്പ് കിട്ടാൻ ചാൻസ്, അതില് സമയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കണം, എന്നാലാണ് നടക്കുള്ളൂ അല്ലെ. പിന്നെ ദാഹിക്കുണ്ടോ? അപ്പൊ നമുക്ക് ഇനി ഗ്രാൻഡ് ബസാറിന്റെ അകത്ത് കയറിയിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് മിക്കവാറും ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്. ഫുള്ള് ഷോപ്സും കാര്യങ്ങളും അത് ഇതൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങള് ടർക്കിഷ് ലിറ ഏതൊക്കെയോ ബാങ്കായിട്ട് ഇപ്പോൾ ഏതൊക്കെയോ കാശൊക്കെ വരുന്നത്. നമ്മളന്ന് ഇവിടെ പോയപ്പോഴും അൽബേനിയ പോയപ്പോഴും ഇതുപോലെ തന്നെ അല്ലായിരുന്നോ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മളിങ്ങനെ ഞാൻ ടീഷർട്ട് ഇത് വേണോ അത് വേണോ വാച്ച് വേണോ, ഷുഹൈബിനെ ബസാറിലിട്ട് വിറ്റാലോ. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന സ്ഥലം. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് കപ്പലിക്കാർസി ഗ്രാൻഡ് ബസാർ ബെസാച്ചിയ കാപ്പിസി. ഇതാണ് എന്റെ സംഭവം. 1461 സ്റ്റാർട്ട് ചെയ്തത്. 1461 ഗൈസ് ഈ സംഭവം തുടങ്ങിയത്. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. TT അടിച്ചു കഴിഞ്ഞാൽ പിടിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇതാണ് കയറി വരുമ്പോൾ എൻട്രൻസ് അല്ലേ. സ്വർണ്ണക്കടകൾ, തുണിക്കടകൾ, ജവളിക്കടകൾ. ആകെ സമാധാനം അതാ. ഇതാണ് ഇവിടുത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെ അല്ലേ. എന്തൊക്കെ ഷോപ്സ് ഉണ്ട്? തുണിക്കട, ബാഗ് കട, സ്വർണ്ണക്കട, ഡയമണ്ട് കട. ഓ ഡയമണ്ട് ഇംപ്രൂവ്മെന്റ്. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മൾ കണ്ട ഡയമണ്ട്സിന്റെ കട. പ്രോപ്പർ ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. 4,970 ഉള്ളൂ. 4,970 ലിറ. ഇത് ഡയമണ്ട് ആണ് ഒറിജിനല്, പിന്നെ ഫേക്ക് ആയിരിക്കില്ലേ? 8,000 ഇതേ സാധനത്തിനൊരു സാധനം നോക്കി. ഡയമണ്ട് ആണോ ഒറിജിനലേ? ഇത് ഒറിജിനലൊന്നല്ല. ഒറിജിനൽ ആയിരിക്കും ഡയമണ്ട് ഹൗസ് ഒക്കെ. ആണോ? സ്വർണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വരിക. ഡയമണ്ട് മേടിക്കാനും കല്യാണത്തിന് വേണ്ടി. അപ്പൊ ഇവിടെ ടർക്കിഷ് ഡിലൈറ്റ് ഒരു സ്വീറ്റ്സിന്റെ ഒരു കട കാണുന്നുണ്ട്. നല്ലൊരു കടയാണ്. കൊറേ തുണിക്കട, സ്വർണ്ണക്കട, പിന്നെന്താ പറയാ, ഈ കട ഉള്ള ഈ കട നൈസാണ്. ഇസ്താംബുൾ ലാമ്പ്, ഇവിടുത്തെ ലാമ്പുകൾ വിൽക്കുന്ന കട. പിന്നെന്താ കറൻസി എക്സ്ചേഞ്ച്, പിന്നെ ഡയമണ്ട്, ഇതൊക്കെ പിന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നല്ലേ. അതായത് എല്ലാ സാധനത്തിന്റെയും തനി കുന്നംകുളം ഇവിടെ കിട്ടും. പ്രോപ്പർ കുന്നംകുളം. പിന്നെ ഇവിടെ വന്നപ്പോ 2 വഴിയായിട്ട് തിരിയിട്ട് പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞു. ശരിക്കും പറഞ്ഞ ഒരു മാർക്കറ്റ്. ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി വേർഡാണ് അല്ലേ? ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി വേർഡാണ്. മാർക്കറ്റ് ഇതാണ് ഇവിടുത്തെ ടർക്കിയിലെ മാർക്കറ്റ്. സ്വർണ്ണക്കടയാട്ടോല്ലേ, എന്തോരം സ്വർണ്ണക്കടയല്ലേ. ഇവര് ഇത് മാത്രം സ്വർണ്ണം ഇവിടെ നിന്ന് കുഴിച്ചിരിക്കണം. ഇവിടെ നിന്നൊരു സൗണ്ടൊക്കെ
എന്നതാ സ്വർണ്ണം പൂശിയതാണ്. 916 അല്ലായിരിക്കും. അപ്പൊ വേണ്ട, നമ്മളെ ടർക്കിയിലെ ബസാർ ഇഷ്ടായോ? ആ നമുക്ക് മറ്റേ ഉണ്ട മേടിക്കാനോ? എന്തുകൊണ്ടാ? വീട്ടിൽ വെക്കാൻ ടർക്കി പോയി കാണിക്കാൻ. എന്താണ് വാച്ച് വേണോ? എവിടെന്നാ? പേര് വിളിച്ചോണ്ടോ? വാച്ചുക്ക് റോളക്സിന്റെ വാച്ചുക്ക് ഇതിന് എത്ര രൂപ? റിച്ചാർഡ് വൈൻസിന്റെ വാച്ച് എത്രയാ? ഹൗ മച്ച്? 500 അയ്യോ 500 ലിറ ഉള്ളൂ വാച്ചിന്. 500 ലിറ. ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഒറിജിനലാ? ഇത് പറഞ്ഞത് ഒറിജിനലാ. നിനക്കിട്ടോ കൊണ്ട് എന്നോട് പറയണ. ഈ കയ്യിലിട്ട് നോക്കിക്കോ. കയ്യിൽ മോച്ച് നോക്കിക്കോ. സെറ്റല്ലേ? ഇഷ്ടായോ? നല്ലാണോ? നല്ല തിരിഞ്ഞു 4 ലക്ഷം രൂപ ഇടുന്ന ഞങ്ങൾക്ക് നേരിട്ട് വന്ന പറ്റി തിരിച്ചെടുത്തത്. എന്തിനാ? ചെരുപ്പിനാ? ഇതിന് 5,000 എന്നല്ല പറഞ്ഞത്. No. How much for this? 500 euro. Oh guys. 500 യൂറോ എന്ന് പറയുമ്പോ Nearly ഒരു 450 nearly. Very nice. 400 pound. My name is Hook, submarine. Submarine. Hook. 500 lira. 500 lira. What? 500 lira. 500 lira? No. 500 lira Coca-Cola. Coca-Cola. With the top name. പുള്ളി പറഞ്ഞോ 500 ലിറക്ക് കൊക്കക്കോള ഇതെങ്ങനെ ബ്രോ വയ്ക്കണേ? പുള്ളി നിർത്തിട്ട് എങ്ങനെയാ ബ്രോ അഴിക്കണത്? This one. Open. Yeah. Okay. So we thought it's 500. That's why we just buying. No problem. Thank you. Yeah. Cheers. Thank you. Thank you. Guys, അപ്പൊ നമ്മള് ഉണ്ട് guys. നമ്മളെ പുള്ളിക്ക് റയൽ മാഡ്രിഡിനെ ഇഷ്ടം. ഗൈസ് അപ്പൊ നമ്മള് വാച്ച് റോളക്സിന്റെ വാച്ച് ചോദിച്ചു. വാച്ച് ഉണ്ട് അപ്പൊ വാങ്ങിക്കാൻ ഓർത്തിങ്ങനെ. അപ്പൊ 500 ലിറ എന്നാണ് പറഞ്ഞത്. അത് കണ്ടപ്പോ ഓക്കെ, വലിയ കുഴപ്പമില്ല. 500 ലിറ അല്ലേ എന്നുള്ള രീതിയിൽ കയറി നോക്കി കഴിഞ്ഞപ്പോ അവര് 500 ലിറയല്ല 500 യൂറോ. അപ്പൊ അത് വേണ്ട. എന്നിട്ട് പുള്ളി ഒരു 500 ലിറക്ക് കൊക്കക്കോള കൊക്കക്കോള തരാന്ന് പറഞ്ഞു. 500 രൂപ കൊക്കക്കോള അല്ലേ കിട്ടില്ല. പടാന്ന് പറഞ്ഞു. എല്ലാം ഫേക്കാണ്. എല്ലാം നല്ല അടിപൊളി ഫേക്ക് സാധനമാണ്. ഒറിജിനൽ ഒന്നല്ല. ഒറിജിനൽ ആണ് നീ ഈ രാജ്യത്തെ വന്ന് ആരും മാനിക്കണമെന്നു. പെട്രോൾ ഇട്ടു ഒറിജിനൽ. അതെനിക്ക് ഫേക്ക് വെക്കണം. പെട്രോൾ അല്ലേ
ഒഴിക്കും പെട്രോൾ പോലെ ഇരിക്കും. പെട്രോള് ആണ് ദുബായ് ചോക്ലേറ്റ്. പൈസ കൊടുക്കണം ഫോട്ടോ എടുക്കാൻ. പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കാതെ പിന്നെ വെറുതെ ഇട്ടാന്. എത്ര രൂപയെന്ന് വെച്ചിക്ക്? എനിക്കിപ്പോ എന്തിനാ ഫോട്ടോ എടുത്തിട്ടോ ഫോട്ടോ? എന്നെ ഒന്നാമത് അങ്ങനത്തെ ഉടുപ്പിലേ കാണാൻ കൊള്ളാല്ലേ. അത് മഹിയനകത്ത് നല്ല രസമായിരിക്കും. പല 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 ബാഹുബലി വീവൻസാറുമ്പോൾ How much? How much? 400. 400 ലീറ. എന്നെ പിടിച്ചോ, ഞാൻ ഇപ്പൊ ഇവിടെ പോയി 10 പേരെ കേട്ടാ. ഗലാട്ട ടവർ, പള്ളി, ആഗ്യ സോഫിയ എല്ലാം ഉണ്ട് അതിനകത്ത്. ഇതിനെത്രയാ? നല്ലതാണോ? അതേതാ ഇഷ്ടേ? നിങ്ങളെ കളക്ഷൻ അതല്ലേ? നല്ലതാണോ? അത് അതിന് നല്ല പൈസ ഇരിക്കും. അല്ല അത് കൊണ്ടാമല്ല. വലുതല്ലേ? എന്തേലും ഒന്നും മേടിക്കുന്ന കൊച്ചിന്റെ അടുത്ത് വന്നേ. ആ അത് മറ്റൊന്ന് വാങ്ങാം. പൈസ ഒന്നും എടുക്കണം. ഇത് കൊള്ളല. ചാവിയൊക്കെ ഇതോ ഇതെടുക്ക് ഇതെടുക്ക് ഇതെടുക്ക്. ഇതിനുള്ളിൽ കൊറേ ഉള്ള എടുത്തോ. അത് കായ കൊടുക്കും മുതലാവും. എന്തായാലും തനങ്ങാനും പോലുള്ള. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബസാറിൽ കൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞെടുക്കണം ഗൈസ്. ബസാർ ഈസ് ഗുഡ്. കുറേ ഷോപ്സുകളുണ്ട്, കുറേ എന്താ ഉള്ള അൽക്കുലത്തെ സാധനങ്ങൾ. ഞാൻ 2 ജേഴ്സി വാങ്ങിച്ചു ഗൈസ്, വേറെ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ തന്നെ ഒരു എന്തോ ഒരു ഗ്ലോബ് കളിക്കുന്ന സാധനം അതും വാങ്ങിച്ചു, വേറെ ഒന്നും വാങ്ങിച്ചില്ല. ദിസ് ഈസ് നൈസ്. ഷീഷ ഈസ് ഗുഡ്. കുറേ ഷീഷാസ് ഉണ്ട് ഇവിടെ. ഷീഷ കാണിക്കാം. ചെസ് ബോർഡൊക്കെ കിടിലൻ. ചെസ് ബോർഡൊക്കെ ഏതാ? ചെസ് ബോർഡ് നോക്കി. ചെസ് ബോർഡിനെ പറ്റി എന്താ പറയുക? ആ ചെസ് ബോർഡ് കണ്ടോ? വിശക്കണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ നോക്കിയാലോ പോയിട്ട്? ഒന്നുകൂടെ ട്രൈ ചെയ്താലോ? അപ്പോൾ ഇതാണ് നമ്മൾ ടർക്കിയിൽ വന്നപ്പോൾ കാണുന്ന ഗ്രാൻഡ് ബസാറിൻ്റെ അകത്ത് കാണുന്ന ഓരോരോ സാധനങ്ങൾ. കുറേ ബ്ലാക്ക് പെപ്പർ, റെഡ് പെപ്പർ, ഗ്രീൻ പെപ്പർ, മിക്സ് പെപ്പർ, വൈറ്റ് പെപ്പർ, ഇൻഫ്ലുവൻസ ടീ, ഇൻഫ്ലുമക്കോണിയ എന്നട്ടോ മിക്സഡ്. കുറേ സ്പൈസസും കാര്യങ്ങളും, പിസ്സയുടെ സ്പൈസസ്, സ്മോക്ക്ഡ് പപ്രിക്ക, ഇങ്ങനെ കുറേ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അയ്യോ ദേ ആർ ഗോയിങ്. അപ്പം ഞാനും പോവാ. സോറി പോ. അപ്പം ഇതാണ് ബസാറിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. നല്ല അതിമനോഹരമായ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് ഗൈസ്. അപ്പോൾ പിന്നെ കുറേ എന്തൊക്കെയാ ഈ വക സാധനങ്ങളും രസമാണ്. ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം, അത് എൻജോയ് ചെയ്യാം. എന്നാ ആരാ? ഇത് ഓണല്ലേ? എന്താ പറഞ്ഞവര് ചോദിച്ചിട്ട്? Per piece 17 lira. She will ask you, if you buy more than at least 5, they will give some discounts. ഇതെന്തായി? ഇഷ്ടായോ?
എവിടെന്നെങ്കിലും ഒരു മാഗ്നറ്റ് ഇട്ട് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയനെ. കീച്ചയും കൊടുക്കും, മാഗ്നറ്റിന് കൊടുക്കണമെന്ന് നിർബന്ധം. കീച്ചയും കൊടുത്താലും പോരെ? നീ കീച്ചനെ എടുക്കുന്നതിന് എത്രയാ? ഇതാണ് അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് ഗൈസ്. എല്ലാ കടയിലും കയറുന്നത് നമ്മൾ വില ചോദിക്കുന്നു. ആ അതിവിടെ ചായക്കട ഉണ്ട്. രണ്ട് കടയിലും കറക്റ്റ് ചായ, കറക്റ്റ് കുനേഷ് എന്നതിന്റെ പേര് നമ്മളിവിടെ ഒരു കോഫി ഷോപ്പ് പോലത്തെ ഒരു സാധനം കണ്ടു കഴിച്ചു. നമുക്കപ്പോ ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചാലോ? ഇതിലെന്തെങ്കിലും കയറി വെക്കാം. നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറാൻ കഴിച്ചു. ഒരു ഒന്നില്ല കുത്തവാ. അപ്പൊ ഇനി നമ്മൾ ചായ കുടിക്കാൻ പോണ്. ചായ കുടിക്കാൻ വേണ്ടി കയറാൻ പോണ കടയുടെ പേരാണ് സറക് കഹവേസി. വെൽക്കം. നമ്മൾ ഈ കടയിലാണ് കഴിച്ച് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് നമ്മള് ഇവിടെ എവിടെ നിൽക്കണം ആദ്യം. ഇവിടെ കുറെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വാങ്ങണെന്ന് നോക്കാതെ. അതൊരു ബില്ല് വരുമോ? അല്ല മെനു വരുമോ? ഫോട്ടോ അറിയില്ലല്ലോ. ഇതാകുമ്പോ ഞാൻ പോയി ടോയ്ലറ്റിൽ പോട്ടെ. ഇവിടെ എന്നാലും ഇല്ലാട്ടോ ഭാഷ ഫാൻസുണ്ട്. കുറെ ഭാഷ മെഡ്രിഡിന്റെ ജേഴ്സി ഇട്ട് ആരും കണ്ടില്ല. പക്ഷെ ഭാഷയുടെ ജേഴ്സി കുറെ പേരെ കണ്ടു. എന്താടാ No toilet outside. ഞാൻ വന്നേക്കാം. അടുത്തില്ലേ കഴിച്ച്? ആ പുള്ളി ഇരിക്കും. വേണ്ട നിങ്ങളാണോ കപ്പിൾസ്? ആൾക്കാർ ഇറങ്ങിയല്ലേ വയ്യാണോ? ഞാൻ പറഞ്ഞില്ല, ആൾക്കാർ ഇറങ്ങിയിരുന്ന ടോയ്ലറ്റ് അല്ല, ഇവിടെ ടോയ്ലറ്റ് ഇല്ല. ഇത് സ്വീറ്റ് കടയാണോ? സ്വീറ്റ് കട എവിടെ ബർഗർ? ഇതാണ് ഗൈസ് നമ്മൾ കോഫി കുടിക്കാൻ കയറിയ കട. ഇതാണ് കോഫി കുടിക്കാൻ കയറിയ കട. നല്ല കയറിയാണ്. ഇതിന്റെ മെനു ആണ് ഗൈസ്. നല്ലൊരു ഒരു ഒതന്റിക്. ഇതാണ് ഇത് പറഞ്ഞ ഫ്രൂട്ടിയാണ്. കപ്പ് ആപ്പിൾ ടീ, കപ്പ് പൊമഗ്രാനൈറ്റ്, കപ്പ് ബ്ലാക്ക്ബെറി ടീ. ഇത് പറയാം. എന്താ കേക്കാ നിങ്ങൾ ഇങ്ങനെ? അപ്പൊ പുറത്ത് വേറെ ഫുഡ് കഴിക്കും നമ്മള്? ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാം. ചെറുതായിട്ട് കഴിച്ചത് ചായ ചായ നീ മറ്റേ കടയില്ലേ ചായ? അത് ഏതാ കട? ഇപ്പൊ ഇവിടുന്ന് കഴിക്കാം എന്തായാലും. നീ ചായ പറ. ചായ എന്താ കൊള്ളില്ല? അതിന്റെ കപ്പ് ഓഫ് ടീ കട കാണാം. അത് ഇത്രയുള്ള സാധനത്തില് ചായ ഒരു തുള്ളി കിട്ടും. ഗൈസ് അപ്പൊ ചായ നമ്മൾ ഓർഡർ ചെയ്യാൻ പോവാണ്. ചായ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ബാക്കി വ്ലോഗ് കാണാം ഗൈസ്. അപ്പൊ നമ്മള് കേക്കും എന്താ കഴിച്ചേ? കേക്കും ചായയും. പിന്നെ കേക്കും ചായയും നല്ലായിരുന്നു. എങ്ങനെയായിരുന്നു കേക്കും ചായ? എങ്ങനെ ഉണ്ടായിരുന്നു? കേക്കിനെ പറ്റി എനിക്ക് താല്പര്യമില്ല, ഇഷ്ടപ്പെട്ടില്ല.
കാശ് കൊടുക്കുന്നോണ്ട് ഒന്നും ചിന്തിക്കാൻ പോയില്ല. അല്ല നല്ല ഓവർ സ്വീറ്റ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ച ചായയും അതൊക്കെ ഫുഡ് വലിയ പ്രശ്നമില്ല, പക്ഷെ ഇവരെ ഹോസ്പിറ്റാലിറ്റി ഈസ് വെരി ബാഡ്. ഹോസ്പിറ്റാലിറ്റി കൊള്ളത്തില്ല. കാരണം ഇവര് പലർക്കും നമ്മുടെ ടോയ്ലറ്റ് ഒന്ന് വാഷ്റൂം അസിസ്റ്റ് ചോദിച്ചപ്പോ ഇവരെ പുറത്തു പോകാനാ പറഞ്ഞത്. ഇവര് വൈറ്റ് സ്കിൻ ഉള്ളവർക്ക് മാത്രം ഇവിടെ പ്രൊവൈഡ് ചെയ്തു. ടാൻ അടിച്ചാണോ എനിക്കറിയില്ല, ഇഷ്ടപ്പെട്ടില്ല. അവളിപ്പോ തിരിച്ചേ എന്റെ മൈക്കുണ്ട്. എന്റെ മൈക്കാലോ അല്ലേ ഗൈസ്? അപ്പോ ടാൻ അടിച്ചതാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത്. വൈറ്റ് സ്കിൻ എന്നെ കണ്ടിട്ട് വൈറ്റ് സ്കിൻ ആയിട്ട് അവർക്ക് മനസ്സിലായില്ല. അപ്പൊ നമ്മള് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബസാറിലേക്ക് തന്നെ ഇറങ്ങാൻ പോകണം പരിപാടി. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു കോഫി ഷോപ്പാണ്. കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേക്ക്സ് ആണ്. കേക്ക് ഈ പിസ്താഷ്യോ, മാങ്ങ, തേങ്ങ അങ്ങനെ പറഞ്ഞ കുറെ സാധനങ്ങൾ. ഈ സാധനം നോക്കിയാ ക്ലോക്കിന്റെ സാധനം കണ്ടോ? അതുള്ളല്ലേ ഞങ്ങൾ കഴിച്ചത് ആ കേക്കും പിന്നെ വേറൊരു കേക്കും കൂടിയാണ് ഞങ്ങൾ കഴിച്ചത്. ഇതാണ് സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന കേക്ക് ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്നതാണ്. ഇത് റെഡ് വെൽവെറ്റ്, കുറെ കുക്കീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്നത് വഴുതനങ്ങയാണ്, നാരങ്ങ. ഇത് നാരങ്ങ അല്ല, ഇതൊരു കേക്കാണ്. എന്താ 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 അവര് പറഞ്ഞേ? ഉണ്ടാക്കാനോ? അല്ല അപ്പൊ മറ്റേ കഴിച്ച സാധനം കുഴപ്പമില്ലായിരുന്നല്ലേ? ഞാൻ അക്കിയോനോട് പറയണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞ ഞങ്ങൾക്കില്ല, ഞങ്ങൾ അങ്ങോട്ട് പോകലാണ്. ഷേബനെ ചോദിച്ചേ നമ്മുടെ ഉദ്ദേശം ടോയ്ലറ്റ് ഇല്ല ചോദിച്ചു. എന്തോ അപ്പൊ പിന്നെ നമ്മൾ ബസാറിന്റെ അകത്തേക്ക് ബസാറിലൂടെയുള്ള ഈ നടത്തം മഞ്ഞൂരുടെ കുറെ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഈ നമ്മളിവിടെ അവസാനിപ്പിച്ചാലെന്ന ലൈക്കാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവരും Lamine Yamal. No, Messi is the Messi yes. Messi good. Messi very good brother. Very good. Messi. I love Messi. I love Ronaldo. മെസ്സി വെരി വെരി ഗുഡ് എന്നാണ് പറഞ്ഞത്. മെസ്സി പൊളിയാണെന്ന് പറഞ്ഞത്. No. അല്ലേ പൊളിയാട്ടോ. കൈ ഇങ്ങനെ പുള്ളിയുടെ ടോയ്ലറ്റ് എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ കാണിച്ചാണ് ഗൈസ്. ടോയ്ലറ്റ് ഞാൻ കണ്ടു. നല്ലൊരു മാന്യന് തരൂല. മെസ്സി പൊളിയാന്നാണ് ഗൈസ് പറഞ്ഞത്. തുർക്കിഷാന്റെ വാക്കുകൾ നമ്മൾ അങ്ങനെ തള്ളിക്കളയരുത്. കാരണം മെസ്സി വെരി വെരി ഗുഡ് എന്നാണ് പറഞ്ഞത്. ഞാനും വളരെ വലിയ കൈ കണ്ടിട്ട് എന്തൊക്കെ വെക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലും കിട്ടുമോ? പുറത്തേക്ക് ഇറങ്ങണം. ഇപ്പൊ കുടിച്ചത് അപ്പൊ നമ്മുടെ ഈ ടർക്കിഷ് വ്ലോഗ് എല്ലാവരും ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. എല്ലാവരും വീഡിയോ മൊത്തം കാണുക. പിന്നെ ടാപ്പാക്കണോ? ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോ എന്തെങ്കിലും പറയണ്ടോ? ടോയ്ലറ്റിലും പോകാൻ ഇസ്താംബുൾ കാർഡോ? പൈസ കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും പറയണ്ടോ? വീഡിയോ അവസാനിപ്പിക്കുമ്പോ അവസാനിപ്പിച്ചോ. എന്താ പറയണേ? അവസാനിപ്പിച്ചോ. സെറ്റപ്പാ എന്താ സ്ഥലം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ വ്ലോഗ് എല്ലാവരും കാണുക.
പുതിയൊരു വ്ളോഗ്. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് വ്ളോഗ്. ഇഷ്ടമുള്ള ഇതാണ് നമ്മുടെ ലാസ്റ്റ് വ്ളോഗ്. മഹി നിന്റെ ഇസ്താംബുൾ കാർഡ് തന്നെ, നിന്റെ സിറ്റി കാർഡ് തന്നെ ഇതൊന്ന് പിടിക്കാമോ? പൈസ ഓർമ്മ മൊത്തം കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.